Hi friends, welcome to English Mithra. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമുക്കിപ്പം ഒരു അസുഖം വന്നു പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എബ്രോഡ് പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ ദുബായിൽ പോയ സമയത്ത് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പനി കൂടി ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലാക്കി ആയി ഭയങ്കര സീനായി അപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എനിക്ക് കിട്ടിയത് അവിടുത്തെ ഒരു എമിറേറ്റ്സിൽ ഉള്ള ഒരു ഡോക്ടറാണ്, അതായത് എമിറാത്തി ഡോക്ടറാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇംഗ്ലീഷിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. അപ്പം ഇങ്ങനെ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഡോക്ടേഴ്സിനെ കാണേണ്ടി വന്നാൽ അവർക്ക് എന്താണ് അസുഖം എന്ന് ഒരു ഫോറിൻ ഡോക്ടറിനോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും? കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ എങ്ങനെ നിങ്ങളുടെ അസുഖം നിങ്ങൾ ഒരു ഡോക്ടറിനോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം എന്നുള്ളതും, അതുപോലെ തന്നെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് ഫോറിനായിട്ടുള്ള പേഷ്യൻസ് വന്നാൽ അവരോട് അവരുടെ സിംറ്റംസും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ചോദിക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസും കോണ്ടൻറ്റും ഒക്കെ കാണാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ്, ഫാമിലിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, താല്പര്യമുള്ളവർക്ക് മാത്രം ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നല്ല കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറിനെ കാണാൻ വരുമ്പം ആദ്യം ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അതൊക്കെ പറയായിരിക്കും. നമ്മൾ കാര്യത്തിലോട്ട് കിടക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണ്? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കും അല്ലേ? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, നിങ്ങളെ എങ്ങനെയാണ് എനിക്ക് സഹായിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ വാട്ട് ആർ യുവർ സിംറ്റംസ് എന്ന് ചോദിക്കാം. എന്താണ് ഈ വാട്ട് ആർ യുവർ സിംറ്റംസ് എന്ന് ചോദിക്കുമ്പോൾ അർത്ഥം രോഗലക്ഷണങ്ങൾ എന്തൊക്കെ എന്നാണ് ചോദിക്കുന്നത്. രോഗമുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെ? ഇപ്പം നമ്മളിവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പം എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് റൂഡായിട്ട് തോന്നും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വാട്ട് ആർ യുവർ സിംറ്റംസ് അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള ഫ്രേസസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് രോഗലക്ഷണം എന്താണ് അല്ലെങ്കിൽ രോഗം എന്താണ്, രോഗിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രേസസ് ആണ്. അപ്പോൾ അത് കഴിയുമ്പം പലർക്കും പല രീതിയിൽ മറുപടി തരാം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് എന്താണ് അവരുടെ രോഗം എന്ന് എങ്ങനെ പറയാം? പല രോഗങ്ങളുണ്ടായിരിക്കും. ഞാൻ ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബുക്കിൽ നോക്കും, നിങ്ങളൊന്നും വിചാരിക്കരുത്, കാരണം ഇതെല്ലാം കൂടി ഓർത്ത് വയ്ക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് പൊതുവെ വയ്യ, അത്രേ ഉള്ളൂ. വയ്യ, ഒരു ഛർദിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ എം ഫീലിംഗ് സിക്ക്. പൊതുവെ സ്ലിപ്പ് ഓഫ് ടങ് ആണ്. പൊതുവെ നമുക്കിപ്പോൾ ഛർദിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സിക്ക് എന്നാണ് പറയാം. അപ്പോൾ സോ ഐ എം ഫീലിംഗ് സിക്ക് എന്ന് പറയാം. ഐ എം ഫീലിംഗ് സിക്ക്. ഛർദിലെ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പൊതുവെ വയ്യെങ്കിൽ ഐ എം ഫീലിംഗ് സിക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് തലവേദനയുണ്ട്, ഓക്കെ, ഐ ഹവ് ബീൻ ഹാവിങ് ഹെഡേക്സ് എന്ന് പറയാം. എനിക്ക് തലവേദനയുണ്ട്, ഐ ഹവ് ബീൻ ഹാവിങ് ഹെഡേക്സ്. അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര സഹിക്കാൻ പറ്റാത്ത തലവേദന, ലെഫ്റ്റ് സൈഡിൽ സഹിക്കാൻ പറ്റാത്ത തലവേദനയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐ ഹവ് ബീൻ ഹാവിങ് എ ഷാർപ്പ് പെയിൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് മൈ ഹെഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ഹവ് ബീൻ ഹാവിങ് ഷാർപ്പ് പെയിൻ ദ ബാക്ക് ഓഫ് മൈ ഹെഡ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ എവിടെയാണോ നിങ്ങൾക്ക് പെയിൻ ഉള്ളത് അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഷാർപ്പ് പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന എന്നാണ്. ഹെഡേക്ക് എന്ന് പറയുമ്പോൾ വേദന ഉണ്ടെന്നേ ഉള്ളൂ, സഹിക്കാൻ പറ്റാത്ത വേദനയ്ക്കാണ് നമ്മൾ ഷാർപ്പ് പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഷാർപ്പ് പെയിൻ എന്ന് പറയാം. ഇനി ഐ ഹാവ് ബീൻ കൺജസ്റ്റഡ്. എന്താ ഈ കൺജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ? ഐ ഹാവ് ബീൻ കൺജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. റൂം ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ കൺജസ്റ്റഡ് ആണ് റൂം എന്ന് പറയാം. ഓക്കെ, അതല്ല നമുക്ക് കഫക്കെട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും കൺജസ്റ്റഡ് എന്ന് പറയാം. നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഐ എം കൺജസ്റ്റഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് കഫക്കെട്ട് എന്തെന്നാണ് പറയുന്നത്, അല്ലാതെ തിങ്ങി ഇരിക്കുകയാണെന്നല്ല. എനിക്ക് കഫക്കെട്ട് എന്തെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം കൺജസ്റ്റഡ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, അല്ലെങ്കിൽ ഈ ജോയിൻസിലൊക്കെ പെയിൻ, ഈ കൈയുടെ ഇവിടെ പെയിന്, മുട്ടിന് പെയിന്, അങ്ങനത്തെ പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം മൈ ജോയിൻറ്റ്സ് ആർ ഏക്കിങ് എന്ന് വെച്ചാൽ വേദനിക്കുന്നു, എനിക്ക് എൻ്റെ ജോയിൻറ്റ്സ് വേദനിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലൂസ് മോഷൻ അല്ലെങ്കിൽ വയറിളക്കം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ലൂസ് മോഷൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം മനസ്സിലാവണം എന്നില്ല വേറെ ഡോക്ടറിന്. ഡയറിയ എന്ന് പറയാം. ഐ ഹാവ് ഡയറിയ അല്ലെങ്കിൽ ഐ ഹവ് ഗോട്ട് ഡയറിയ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ചിലർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ ദേഹത്ത് എവിടെയെങ്കിലും ഒരു മുഴയുണ്ട്, അറിയാമായിരിക്കുമല്ലോ. ചിലപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു മുഴയുണ്ട്, വേദന ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു മുഴയുണ്ട്, ചിലപ്പോൾ വേദന ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ മുഴയ്ക്ക് എന്താ പറയുന്നത്? നിങ്ങൾക്ക് പറയാം ഐ ഹവ് ഗോട്ട് എ ലംപ് ഓൺ മൈ നെക്ക്, അല്ലെങ്കിൽ ഐ ഹവ് ഗോട്ട് എ ലംപ് ഓൺ മൈ ഷോൾഡർ എന്ന് പറയാം. അല്ലെങ്കിൽ
ഐ ഗോട്ട് എ ലം ഓൺ ദ ബാക്ക് ഓഫ് മൈ ഹെഡ് എന്ന് പറയാം. അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു മുഴയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലം എന്ന വാക്ക് യൂസ് ചെയ്യാം. ഐവ് ഗോട്ട് എ ലം, എനിക്കൊരു മുഴയുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ആ സ്ഥലം പറയാം. ഇനി ഇന്നലെ രാത്രി തൊട്ടേ ഞാൻ ഛർദ്ദിക്കുകയാണ്, അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അതായത് ഇന്നലെ രാത്രി തൊട്ട്, കഴിഞ്ഞ ആഴ്ച തൊട്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോൾ ഛർദ്ദിക്കുക എന്നുള്ളത് നമുക്ക് വൊമിറ്റ് എന്ന് പറയാം, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് ത്രോ അപ്പ് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറയും, ഐ ബീൻ ത്രോയിങ് അപ്പ് സിൻസ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി തൊട്ട് ഞാൻ ഛർദ്ദിക്കുകയാണ്. സോ ഐ ബീൻ ത്രോയിങ് അപ്പ് സിൻസ് ലാസ്റ്റ് നൈറ്റ്, അത് പറയാം. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ കൈ അല്ലെങ്കിൽ കാല് ഉളുക്കി പൊട്ടലല്ല, ഒടുങ്ങിയിട്ടില്ല, ഒന്നുമില്ല, ഉളുക്കി, അതെങ്ങനെ പറയും? ഇപ്പം കാലാണ് ഉളുക്കിയിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ ആ കുഴഭാഗമില്ല, അതാണ് ഉളുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഐവ് ഗോട്ട് എ സ്പ്രെയിൻഡ് ആങ്കിൾ എന്ന് പറയാം. ഐവ് ഗോട്ട് എ സ്പ്രെയിൻഡ് ആങ്കിൾ. ഓക്കെ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് നെഞ്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും നെഞ്ച്, ഇടുപ്പ്, പുറം വേദനയൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഐവ് ഗോട്ട് എ ബാക്ക് പെയിൻ, ഐവ് ഗോട്ട് എ ചെസ്റ്റ് പെയിൻ, അങ്ങനെ പറയാം. നെഞ്ചുവേദന, വേദനയ്ക്ക് നമുക്ക് പെയിൻ എന്ന് പറയാം. എവിടെയാണോ വേദനിക്കുന്നത് അവിടെ അത് വെച്ചിട്ട് പെയിൻ എന്ന് പറയാം. തലവേദനയ്ക്ക് ഹെഡ് ഏക്ക് എന്നാണ് പറയുന്നത്. സ്റ്റൊമക്ക് പെയിൻ എന്ന് നമ്മൾ പറയാറില്ല, സ്റ്റൊമക്ക് ഏക്ക് എന്നാണ് പറയുന്നത്. അല്ലാതെ ശരീരഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐവ് ഗോട്ട് എ ബാക്ക് പെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഐവ് ഗോട്ട് എ ചെസ്റ്റ് പെയിൻ എന്ന് പറയാം. അതൊക്കെ ഓക്കെയാണ്. ഇനി നിങ്ങൾ ശ്വാസം എടുക്കുമ്പം ബുദ്ധിമുട്ട് തോന്നുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? എനിക്ക് ശ്വസിക്കുമ്പം ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് ഡിഫിക്കൽട്ടി ബ്രീത്തിങ് എന്ന് പറയാം. ഐ ഹാവ് ഡിഫിക്കൽട്ടി ബ്രീത്തിങ് എന്ന് വെച്ചാൽ എന്താണ്? ശ്വാസം എടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് ഐ ഹാവ് ഡിഫിക്കൽട്ടി ബ്രീത്തിങ് എന്ന് പറയാം. പിന്നെ ഒരു നമ്മുടെ മലയാളത്തിലൊരു യൂസേജ് ഉണ്ട്, കൊളുത്തിപ്പിടിക്കുക എന്ന് പറയത്തില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് തിരിയുമ്പോഴൊക്കെ കഴുത്തൊക്കെ കൊളുത്തിപ്പിടിക്കും, കാല് കൊളുത്തിപ്പിടിക്കും. അങ്ങനെ കൊളുത്തിപ്പിടിക്കുക എന്നുള്ളതിന് നിങ്ങൾക്ക് പുൾഡ് എ മസിൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഐവ് പുൾഡ് എ മസിൽ എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഒരു മസിലിനെ വലിച്ച് കയറ്റിയെന്നാണോ? അല്ല, കൊളുത്തിപ്പിടിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. കൊളുത്തിപ്പിടിക്കുക എന്ന് വെച്ചാൽ ഐവ് പുൾഡ് എ മസിൽ. നിങ്ങൾ കൊളുത്തിപ്പിടിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാവുന്നതാണ്, ഐവ് പുൾഡ് എ മസിൽ എന്ന് പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഐ തിങ്ക് ഐവ് പുൾഡ് എ മസിൽ എന്ന് പറയാം. ഇനി ഞാൻ ഇന്നലെ രാത്രി തൊട്ടേ നിർത്താതെ ചുമയ്ക്കുകയാണ്. അപ്പം നിർത്താതെ ചുമയ്ക്കുകയാണെന്ന് എങ്ങനെ പറയും? ചുമയ്ക്കുന്നതിന് എങ്ങനെ പറയും? ഐവ് ബീൻ കഫിങ് അല്ലെങ്കിൽ ഐവ് ബീൻ കോഫിങ് സിൻസ് ലാസ്റ്റ് നൈറ്റ്. കഫിങ്ങോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കേംബ്രിഡ്ജിൽ ഡിക്ഷണറിയിൽ ചെക്ക് ചെയ്തപ്പോൾ കഫിങ് എന്ന് പറയുന്നത് ഐ ബിലീവ് US, കോഫിങ് എന്ന് പറയുന്നത് UK ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ ബോത്ത് യു ക്യാൻ യൂസ്. ഇനി അടുത്തത് മൂക്കൊലിപ്പ്. എനിക്ക് മൂക്കൊലിപ്പുണ്ട്, ഇതെങ്ങനെ പറയും? പറയേണ്ട ആവശ്യമില്ല, മൂക്കൊലിപ്പുള്ള ഒരാൾ കയറി ചെല്ലുമ്പോൾ മനസ്സിലാവും, ഇന്ന് വലിച്ചോണ്ടല്ലേ ചെല്ലുന്നത്. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ റണ്ണി നോസ് എന്ന് പറയാം. ഐ ഹാവ് എ റണ്ണി നോസ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പം അറിയാതെ നിങ്ങളുടെ കയ്യോ എന്തെങ്കിലും മുറിച്ചു, നിങ്ങൾ തന്നെ പച്ചക്കറി അരിയുന്ന സമയത്ത് മുറിച്ചു. എൻ്റെ അമ്മൂമ്മ ഒരു പ്രാവശ്യം കപ്പ ചെത്തുമായിരുന്നു, ചെത്തി പുള്ളിക്കത്തി കയ്യോടെ അങ്ങ് ചെത്തി. സോ അങ്ങനെ ഭയങ്കര വലിയ മുറിവായി. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ ഐ കട്ട് മൈ സെൽഫ് എന്ന് പറയാം. ഐ കട്ട് മൈ സെൽഫ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ പറയാം. പിന്നെ ചില കേസസിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അസുഖം കൊണ്ടായിരിക്കും നിങ്ങൾ ചെല്ലുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ എം ആസ്മാറ്റിക് എന്ന് പറയാം. ആസ്മാറ്റിക് എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ആസ്മയുണ്ട്. ഐ എം ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഡയബറ്റിക് ഉണ്ട്. അപ്പം ആ ഒരു കണ്ടീഷനുമായിട്ട് ചെല്ലാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയാം. അപ്പം നിങ്ങൾ ഡിഫിക്കൽട്ടി ബ്രീത്തിങ് എന്നൊന്നും പറയണ്ട, കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഉള്ളൊരു കണ്ടീഷനാണ്. സോ ഐ എം ആസ്മാറ്റിക്, ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചെല്ലാം. ഐ എം ഡയബറ്റിക്, ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറഞ്ഞ് ചെല്ലാം. അപ്പോൾ അതനുസരിച്ച് അവർ മരുന്ന് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ കണ്ടീഷൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അടുത്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്തായിരിക്കും? എത്ര നാളായിട്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര നാളായിട്ട് ഈ പ്രശ്നം ഉണ്ടെന്നായിരിക്കും. അതങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും. ഹൗ ലോങ് ഹാവ് യു ബീൻ ഫീലിംഗ് ലൈക്ക് ദിസ് എന്ന് ചോദിക്കാം. എത്ര നാളായിട്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ട്? ഇപ്പം നിങ്ങൾക്കിപ്പം കഴിഞ്ഞ ദിവസം തൊട്ടാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഹവ് ബീൻ ഫീലിംഗ് ലൈക്ക് ദിസ് സിൻസ് ലാസ്റ്റ് മൺഡേ. കഴിഞ്ഞ മൺഡേ തൊട്ടുണ്ട്. കഴിഞ്ഞ രാത്രി തൊട്ടുണ്ടെങ്കിൽ സിൻസ് ലാസ്റ്റ് നൈറ്റ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഐ ബീൻ ഫീലിംഗ് സിക്ക് ഐ ബീൻ ഫീലിംഗ് സിക്ക് ഫ്രം ദിസ് മോർണിംഗ് എന്ന് പറയാം. ഇന്ന് രാവിലെ തൊട്ടാണ് ഈ പ്രശ്നം തുടങ്ങിയത്, അതുവരെ എനിക്ക് ഒരു ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഐ ബീൻ ഫീലിംഗ് സിക്ക് ഫ്രം ദിസ് മോർണിംഗ് എന്ന് പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് ഒരു ഡോക്ടർ ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഡു യു ഹാവ് എനി അലർജീസ് എന്ന് ചോദിക്കും. ഓക്കെ, ഡു യു ഹാവ് എനി അലർജീസ് ഓർ ഡു യു ഹാവ് എനി അലർജിക് റിയാക്ഷൻ ടു എ പർട്ടിക്കുലർ മെഡിസിൻ എന്ന് ചോദിക്കും. ഏതെങ്കിലും മരുന്നിനോട് അലർജിക് റിയാക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് ചോദിക്കും. ചിലർ പറയാം ഐ ആം അലർജിക് ടു ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയും. എന്താ അതിൻ്റെ അർത്ഥം?
എനിക്ക് ആൻറ്റിബയോട്ടിക്സ് മരുന്ന് കഴിച്ചാൽ എനിക്ക് അലർജി റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ചിലർ പറയും ഐ എം അലർജിക് ടു പീനട്ട്സ് എന്ന് പറയും, അതായത് കപ്പലണ്ടി ഒക്കെ കഴിക്കുമ്പോൾ പ്രശ്നമുള്ളവരുണ്ട്. സോ അങ്ങനെ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി റിയാക്ഷൻ ഉണ്ടെങ്കിൽ അത് പറയാം. അലർജി റിയാക്ഷൻ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എനി അലർജീസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആർ യു അലർജിക് ടു എനി മെഡിസിൻ എന്ന് ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത്, നിങ്ങൾ എന്തെങ്കിലും മരുന്ന് ഇപ്പോൾ കഴിക്കുന്നുണ്ടോ എന്നൊരു ഡോക്ടർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഡോക്ടർ അതെങ്ങനെ ചോദിക്കും? ആർ യു ഓൺ എനി മെഡിക്കേഷൻ, ആർ യു ഓൺ എനി മെഡിക്കേഷൻ. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളിപ്പോൾ നിലവിൽ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതെങ്ങനെ മറുപടി നൽകാൻ പറ്റും? നമുക്ക് ഇങ്ങനെ മറുപടി നൽകാം. യെസ്, ഐ ആം ടേക്കിംഗ് ദിസ് മെഡിസിൻ. ഏത് മെഡിസിൻ ആണെന്ന് വെച്ചാൽ ആ മെഡിസിൻ്റെ പേര് പറയാം. അല്ലെങ്കിൽ ഐ ആം ടേക്കിംഗ് എ മെഡിസിൻ ഫോർ ദിസ് കണ്ടീഷൻ. എന്താണോ ആ കണ്ടീഷൻ്റെ പേര് പറയാം. അല്ലെങ്കിൽ നോ, ഐ എം നോട്ട് ടേക്കിംഗ് എനി മെഡിസിൻ. ഇപ്പോൾ നിങ്ങൾ ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ സേ യെസ്, ഐ ഹാവ് എൻ ഇൻഹേലർ, ഐ എം യൂസിങ് എൻ ഇൻഹേലർ. അത് മെൻഷൻ ചെയ്യാം. ഓക്കെ. സോ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ഉത്തരത്തിൽ സഫൈസ് ചെയ്യും. നമുക്ക് ജസ്റ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാം. എന്തിനു വേണ്ടിയിട്ടുള്ള മെഡിസിൻ ആണ് എടുക്കുന്നതെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഐ ആം ടേക്കിംഗ് എ മെഡിസിൻ ഫോർ ദിസ് കണ്ടീഷൻ. എന്താണോ കണ്ടീഷൻ്റെ പേര് അത്. അല്ലെങ്കിൽ ഐ ആം ടേക്കിംഗ് ദിസ് മെഡിസിൻ്റെ പേര്. അങ്ങനെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത് ഡോക്ടേഴ്സിന് പേഷ്യൻസിനെ പരിശോധിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ആണ്. അതായത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണം, അതെങ്ങനെ ചോദിക്കാം, എന്തൊക്കെ കാര്യം ചോദിക്കണമെന്ന് പറയല്ല, അവർ സാധാരണ ചോദിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പം ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരാൾ കയ്യിലോ അല്ലെങ്കിൽ തോളിലോ അല്ലെങ്കിൽ കാലിലോ എവിടെയെങ്കിലും ഒരു മുറിവായിട്ട് ചെല്ലുകയാണ്, അല്ലെങ്കിൽ നീര് വേദനയായിട്ട് ചെല്ലുകയാണ്. അപ്പം ഡോക്ടറിന് ആ സ്ഥലം പരിശോധിക്കണം. എവിടെയാണോ മുറിവ് പറ്റിയത് ആ സ്ഥലം പരിശോധിക്കണം. ഡോക്ടർ നമ്മുടെ ഡ്രസ്സ് ഇങ്ങനെ പൊക്കി നോക്കിയിട്ട് പരിശോധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പെർമിഷൻ ചോദിക്കും. ഇവിടെ നാട്ടിലായാലും പെർമിഷൻ ചോദിക്കും, ഒന്ന് നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഈ ഒന്ന് നോക്കിക്കോട്ടെ അല്ലെങ്കിൽ ഒന്ന് നോക്കട്ടെ, ഒന്ന് കാണിച്ചേ എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? നമുക്കിങ്ങനെ പറയാം, ക്യാൻ ഐ ഹാവ് എ ലുക്ക്. ക്യാൻ ഐ ഹാവ് എ ലുക്ക് എന്ന് വെച്ചാൽ എന്താ? ഞാനൊന്ന് നോക്കിക്കോട്ടെ, ഒന്ന് കാണിക്കോ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും വേദന കൊണ്ട് ചെല്ലുകയാണെങ്കിൽ എവിടെയാണ് വേദനയുള്ളത്, കൃത്യം എവിടെയാണ് വേദനയുള്ളതെന്ന് അറിയാനായിട്ട് നമ്മൾ ചോദിക്കില്ലേ, ഡോക്ടേഴ്സ് ചോദിക്കും എവിടെയാണ് വേദനിക്കുന്നത്, കൃത്യം എവിടെയാണ് വേദനിക്കുന്നത്, കറക്റ്റായിട്ട് എവിടെയാണ് വേദനിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, വേർ ഡസ് ഇറ്റ് ഹേർട്ട്. വേർ ഡസ് ഇറ്റ് ഹേർട്ട് എന്ന് വെച്ചാൽ കൃത്യം എവിടെയാണ് വേദനിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനാണ് വേർ ഡസ് ഇറ്റ് ഹേർട്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും നീരൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വയറുവേദനയൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് ചോദിക്കില്ലേ, ഞാൻ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ വേദനയുണ്ടോ, ഞാൻ ഇവിടെ തൊടുമ്പോൾ വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഡസ് ഇറ്റ് ഹേർട്ട് വെൻ ഐ പ്രസ് ഹിയർ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ തൊടുമ്പോൾ വേദനയുണ്ടോ. ഡസ് ഇറ്റ് ഹേർട്ട് വെൻ ഐ പ്രസ് ഹിയർ എന്നാണ് ചോദിക്കാം. ഇനി അടുത്ത, ഈ നമ്മുടെ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഫുൾ സ്ലീവ് ഒക്കെയാണ് ഇട്ടുകൊണ്ട് പോകുന്നതെങ്കിൽ ഡോക്ടേഴ്സിന് ഈ സ്ലീവ് പൊക്കി വെക്കേണ്ട ഒരു അവസ്ഥ, നമ്മൾ പൊക്കി കൊടുക്കേണ്ടി വരും സ്ലീവ്. അപ്പോൾ അതെങ്ങനെ ഡോക്ടേഴ്സിന് ചോദിക്കാൻ പറ്റും? ക്യാൻ യു മൂവ് യുവർ ഷർട്ട് എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. കുഡ് യു പ്ലീസ് റോൾ യുവർ സ്ലീവ്സ് അപ്പ്, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് റോൾ അപ്പ് യുവർ സ്ലീവ് എന്ന് പറയാം. ഓക്കെ, കുഡ് യു പ്ലീസ് റോൾ അപ്പ് യുവർ സ്ലീവ് എന്ന് പറയാം. അതിൻ്റെ അർത്ഥം എന്താണ്? സ്ലീവ് ഒന്ന് മുകളിലോട്ട് മടക്കി വെക്കുമോ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അടുത്ത്, വാ തുറക്കുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലീസ് ഓപ്പൺ യുവർ മൗത്ത് അല്ലെങ്കിൽ പ്ലീസ് ഓപ്പൺ യുവർ മൗത്ത് വൈഡ് എന്നൊക്കെ പറയാം. വാ ഭയങ്കരമായിട്ട് തുറക്കാൻ. ഞാനൊക്കെ ആണെങ്കിൽ വാ തുറക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇത്രേ കാണിക്കത്തുള്ളൂ. അപ്പം നമ്മളോടൊക്കെ പറയും വലുതായിട്ട് തുറക്കാൻ, എന്നിങ്ങനെ പറയത്തില്ല ഡോക്ടേഴ്സ്. അപ്പം അത് നമുക്കിങ്ങനെ പറയാം, പ്ലീസ് ഓപ്പൺ യുവർ മൗത്ത് വൈഡ്, ഭയങ്കര വലുതായിട്ട് തുറക്കുക എന്നുള്ളത്. ഓക്കെ. ഇനി അടുത്ത് ഇങ്ങനെ എക്സാമിനേഷനൊക്കെ കഴിയുമ്പോൾ ഡോക്ടേഴ്സ് അടുത്ത് ചെയ്യുന്ന എന്താ? ട്രീറ്റ്മെൻറ്റും അഡ്വൈസും തരും അല്ലേ. നമുക്ക് എന്തൊക്കെ മരുന്ന് കഴിക്കാം, അതുപോലെ തന്നെ ഉപദേശിക്കും നമ്മൾ, ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതങ്ങനെയൊക്കെ പറയാമെന്ന് നമുക്ക് നോക്കാം. സോ നമ്മളിപ്പോൾ ഒരു മുറിവായിട്ടാണ് പോകുന്നത്, സ്റ്റിച്ച് വേണം എന്നുണ്ടെങ്കിൽ ഡോക്ടറിന് അതെങ്ങനെ പറയാം? സ്റ്റിച്ച് എടുക്കേണ്ടി വരും, കുറച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും? ഇങ്ങനെ പറയാം, യു ആർ ഗോയിങ് ടു നീഡ് എ ഫ്യൂ സ്റ്റിച്ചസ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്ക് കുറച്ച് സ്റ്റിച്ച് എടുക്കേണ്ടി വരും. യു ആർ ഗോയിങ് ടു നീഡ് എ ഫ്യൂ സ്റ്റിച്ചസ് എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ തരാൻ പോവുകയാണ് എന്നുള്ളത് എങ്ങനെ പറയാം? ഐ എം ഗോയിങ് ടു ഗീവ് യു ആൻ ഇഞ്ചക്ഷൻ. ഐ എം ഗോയിങ് ടു ഗീവ് യു ആൻ ഇഞ്ചക്ഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഐ എം ഗോയിങ് ടു പ്രിസ്ക്രൈബ് ആൻ ഇഞ്ചക്ഷൻ ഫോർ യു എന്നും പറയാം. കാരണം പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ പിന്നീടാണല്ലോ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പുറത്തങ്ങനെയെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം ഗോയിങ് ടു ഗീവ് യു ആൻ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു പ്രിസ്ക്രൈബ് ആൻ ഇഞ്ചക്ഷൻ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ യൂറിൻ സാമ്പിൾ അങ്ങനെ എന്തെങ്കിലും, ബ്ലഡ് സാമ്പിൾ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ വീൽ നീഡ് എ ബ്ലഡ് സാമ്പിൾ അല്ലെങ്കിൽ വീൽ നീഡ് ആൻ യൂറിൻ സാമ്പിൾ എന്നൊക്കെ പറയാം. ഓക്കെ, സോ വീൽ നീഡ് എ ബ്ലഡ് സാമ്പിൾ എന്ന് പറയാം, വീൽ നീഡ് എ യൂറിൻ സാമ്പിൾ, അങ്ങനെ നമുക്ക് പറയാവുന്നതാണ്.
ഇനി അടുത്തത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയാനായിട്ട് ഐ ഹാവ് ടു ടെസ്റ്റ് യുവർ ബ്ലഡ് എന്ന് പറയാം. എനിക്ക് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ഐ ഹാവ് ടു ടെസ്റ്റ് യുവർ ബ്ലഡ്, അല്ലെങ്കിൽ വിൽ ഹാവ് ടു ടെസ്റ്റ് യുവർ ബ്ലഡ് എന്ന് പറയാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആൻറ്റിബയോട്ടിക്സ് എഴുതി തരാൻ പോവുകയാണ് എന്നെങ്ങനെ പറയും? ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആൻറ്റിബയോട്ടിക്സ് എഴുതി തരാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു പ്രിസ്ക്രൈബ് യു സം ആൻറ്റിബയോട്ടിക്സ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആൻറ്റിബയോട്ടിക്സ് എഴുതി തരാൻ പോവുകയാണ്. പ്രിസ്ക്രിപ്ഷനാണ് ഈ എഴുത്ത്, ഡോക്ടറിൻ്റെ എഴുത്തിനെയാണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ എഴുതി തരിക എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോൾ പറയത്തില്ലേ, ഇതിലൊരു മരുന്ന് 2 നേരം കഴിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അതിന് നമുക്കിങ്ങനെ പറയാം, ടേക്ക് വൺ ഓഫ് ദീസ് പിൽ ട്വൈസ് എ ഡേ എന്ന് വെച്ചാൽ എന്താ, ഇതിലൊരു മരുന്ന്, ഈ മരുന്നിലൊന്ന് എല്ലാ ദിവസവും 2 നേരം കഴിക്കണം. ഓക്കെ എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ ടേക്ക് ദിസ് പിൽ ട്വൈസ് എ ഡേ എന്ന് പറയാവുന്നതാണ്. ടേക്ക് ദിസ് പിൽ ട്വൈസ് എ ഡേ, ഇതൊരു മരുന്ന്. ഇപ്പം 3 നേരം കഴിക്കണമെങ്കിലോ ട്രൈസ് എ ഡേ, 1 നേരം കഴിക്കണമെങ്കിലോ വൺസ് എ ഡേ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ചിലപ്പോൾ ഉപദേശങ്ങളൊക്കെ കിട്ടും. നമ്മളെ അസുഖവും നമ്മുടെ ഹാബിറ്റ്സും ശീലങ്ങളും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ പറയും. ഉദാഹരണത്തിന് ഇപ്പം ഒരാൾക്ക് ഭയങ്കര നിർത്താതെ എന്നും ചുമയാണ്, അപ്പം സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ ഡോക്ടർ ഉറപ്പായിട്ടും പറയും പുകവലി നിർത്തണം. എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഷുഡ് ക്വിറ്റ് സ്മോക്കിംഗ് എന്ന് പറയാൻ യു ഷുഡ് സ്റ്റോപ്പ് സ്മോക്കിംഗ്, അല്ലെങ്കിൽ യു ഷുഡ് ക്വിറ്റ് സ്മോക്കിംഗ് എന്ന് പറയാവുന്നതാണ്. ഇനി ചില സമയത്ത് ഇപ്പം വയറുവേദന, ദഹനത്തിൻ്റെ പ്രശ്നം, അങ്ങനെ അല്ലാതെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്, ആൾ നന്നായിട്ട് മദ്യപിക്കും. അപ്പം മദ്യപാനം കുറയ്ക്കണം എന്നെങ്ങനെ പറയാം? യു ഷുഡ് കട്ട് ഡൗൺ ഓൺ യുവർ ഡ്രിങ്കിങ്. യു ഷുഡ് കട്ട് ഡൗൺ ഓൺ യുവർ ഡ്രിങ്കിങ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മദ്യപാനം കുറയ്ക്കണം എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ഒത്തിരി വണ്ണമുള്ള ഒരാളാണ്, വണ്ണം ആരോഗ്യത്തിന് പ്രോബ്ലം ആണ് എങ്കിൽ, വണ്ണം ഉള്ളത് എപ്പോഴും പ്രശ്നമല്ലല്ലോ, ആരോഗ്യത്തിന് അതൊരു പ്രശ്നമാണെങ്കിൽ ഡോക്ടർ എന്ത് പറയും? യു ഷുഡ് ലൂസ് സം വെയിറ്റ്, നിങ്ങൾ കുറച്ച് വണ്ണം കുറയ്ക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ എക്സ്റേ എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? ഐ വോണ്ട് യു ടു ടേക്ക് എൻ എക്സ്റേ. ഓക്കെ, ഐ എം ഗോയിങ് ടു സെൻഡ് യു ടു ടേക്ക് എൻ എക്സ്റേ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വോണ്ട് യു ടു ടേക്ക് എൻ എക്സ്റേ എന്ന് പറയാം. ഓക്കെ, ഇനി ചില കേസുകളിൽ നമ്മൾ കാഷ്വാലിറ്റി ഡോക്ടറിനെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഡോക്ടർ പറയുക? നമ്മുടെ അസുഖവും സിംറ്റംസും ഒക്കെ നോക്കിയിട്ട് ഡോക്ടർ പറയും നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടതായിട്ടുണ്ട് എന്ന് പറയും, അല്ലേ? നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റിനെ കാണണം. അപ്പോൾ എങ്ങനെ പറയാം? നമുക്കിങ്ങനെ പറയാം, ഐ വോണ്ട് യു ടു സീ എ സ്പെഷ്യലിസ്റ്റ്. ഐ വോണ്ട് യു ടു സീ എ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാം. സോ പറഞ്ഞ് ഞാനിപ്പോൾ രോഗിയായി. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കുറച്ച് സെൻറ്റൻസസ് ആണ്. വലിയ കാര്യമൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സിന് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാനും നമ്മുടെ രോഗം ഡോക്ടേഴ്സിനടുത്ത് പറയുമ്പം പേഷ്യൻസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റൻസസ് ആണ് നമ്മളിന്ന് നോക്കിയത്. അപ്പോൾ ഇതിൽ എനിക്ക് എൻ്റെ ഒരു ജനറൽ ഐഡിയ വെച്ചിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതിയേക്കുന്ന കാര്യം തന്നെ ഒരു ഡോക്ടർ പറയുള്ളൂ, അല്ലെങ്കിൽ ഇത് തന്നെ ഒരു രോഗി പറയുള്ളൂ, രോഗിക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നൊന്നും പറയാൻ എനിക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. ജസ്റ്റ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്ന കാര്യം എങ്ങനെ പറയണം, അല്ലെങ്കിൽ ഇന്ന അസുഖമാണെങ്കിൽ അതെങ്ങനെ പറയും എന്നുള്ളത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കോമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പാർട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഈ രോഗത്തിൻ്റെ പേരൊന്നും ചിലപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന വരില്ല, കാരണം ഞാനൊരു മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളല്ല. ഐ എം നോട്ട് എ പ്രൊഫഷണൽ, ഐ എം നോട്ട് എ ഡോക്ടർ, ഐ എം നോട്ട് എ നേഴ്സ്, ഐ ഡോണ്ട് ഈവൻ നോ ഹൗ ടു ഡു ഫസ്റ്റ് എയ്ഡ്. അപ്പം എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഡോക്ടേഴ്സ് ആയാലും സ്റ്റുഡൻസിനായാലും പേഷ്യൻസിനായാലും അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് യൂസ്ഫുൾ ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക. കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ബൈ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.